ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നറിയിപ്പ് നമ്മൾ ഗവൺമെന്റിന് കൊടുത്തു. പലപ്പോഴും കോടതികൾ പോലും ഗവൺമെന്റിന്റെ പല നയങ്ങൾക്കെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ബുദ്ധിജീവികൾ, എന്തിനേറെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള എഴുത്തുകാർ പോലും ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ അതാണ് മൊത്തത്തിൽ എവിടെയും കാണുവാൻ കഴിയും. അതിനെ ആണ് നമുക്ക് തിരുത്തേണ്ടത്. നല്ല ഭരണത്തെ കേരളത്തിന് നമുക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി ഐക്യജനാധിപത്യ മുന്നണി വളരെ സജ്ജമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയാറുണ്ട്, ടീം UDF ആണ് നാളെ കേരളം ഭരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. UDF അത്രയ്ക്കേറെ കെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രാഗ്യാസങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടെ UDFിൻ്റെ കോൺഗ്രസ് ആയാലും സിൻഡിക ആയാലും മറ്റ് ഘടകകക്ഷികളായാലും എല്ലാം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ ചരിത്രം പ്രിയപ്പെട്ട അമിത് മാഷോട് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേടിയ അഭൂതപൂർവമായിട്ടുള്ള വിജയം കേരളത്തിലെ മലപ്പുറത്തെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിലാകട്ടെ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണത്തിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആഗ്രഹമാണ് അതിൽ നിന്നെല്ലാം പ്രതിഫലിച്ചത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കാൻ പോകുന്നത്. അതേ അവസരത്തിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കരുത്. നമ്മൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ വോട്ടറെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ എന്നുള്ള വ്യത്യാസമില്ല. UDFിൻ്റെ ഓരോ പ്രവർത്തകന്മാരും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട്. അതുവഴി നല്ലൊരു ഭൂരിപക്ഷത്തോടെ നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റണം. കേവലം ഭൂരിപക്ഷം പോലെ അരിസാഹിത്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വലിയ ഭൂരിപക്ഷം നൽകുവാൻ കഴിഞ്ഞു. അതിലും കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് നൽകേണ്ടതുണ്ട്. ഒന്ന് അരിസാഹിത്യനും എന്നപോലെ തന്നെ ഈ മുന്നണിക്കും. കാരണം മുന്നണിക്കൊരു അംഗീകാരം നമുക്ക് കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുന്നണിയുടെ പ്രവർത്തനം, ഭാവിക്ക് വേണ്ടിയാണ് ഈ മുന്നണിയുടെ പ്രവർത്തനം. അപ്പോൾ ആ മുന്നണിക്കും പ്രത്യേകമായ ഒരു അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി കൂടുതൽ ഭൂരിപക്ഷം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇവിടെ അലിസായിരുന്നു, തൊട്ടപ്പുറത്ത് നജീബിന്, അതിൻ്റെ അപ്പുറങ്ങളിലൊക്കെയുള്ള നമ്മുടെ മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച ഭൂരിപക്ഷം നൽകി നിങ്ങൾ വിജയിപ്പിച്ചു കേരളത്തിന് നല്ല ഭാവി നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമീപിക്കുന്നു. നന്ദി. ജയിക്കും.